നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം ആഗ്രഹങ്ങളാണ്. ആഗ്രഹം നമ്മുടെ എന്തും നേടാനുള്ള ഒരു പ്രവണതയാണ് ആഗ്രഹം. നമുക്ക് ഈ ലോകത്ത് ജനിച്ചത് മുതൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ കാണുന്നു, നമ്മൾ കണ്ണുകൊണ്ട്. ആ കാണുന്നതെല്ലാം നമുക്ക് വേണം. ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് രുചിച്ച് നോക്കാൻ. ആ രുചിച്ച് നോക്കുന്നതെല്ലാം നമുക്ക് വേണം. ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് മധുരമായി കേൾക്കാൻ. അതൊക്കെ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആഗ്രഹം മനുഷ്യന് ജനിച്ചത് മുതലേ ഉണ്ട്. അത് ഒത്തിരി കാര്യങ്ങൾ ലോകത്തിലുണ്ട്. ഭംഗിയുള്ളത്, സ്വാദുള്ളത്, ഇമ്പമാർന്നത്. ആഗ്രഹങ്ങൾ നല്ലത് തന്നെയാണ്, അതൊരിക്കലും മോശമല്ല. ആഗ്രഹം മനുഷ്യൻ്റെ സ്വാഭാവിക ഗുണമാണ്. ജനിച്ച എല്ലാവർക്കും എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹമില്ലാത്ത ലോകത്തിൽ മനുഷ്യനില്ല, ജീവജാലങ്ങളില്ല. പക്ഷെ ജീവജാലങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആഗ്രഹത്തിന് പുറമെ അവരുടെ ആവശ്യമാണ്. അപ്പോൾ ആഗ്രഹവും ആവശ്യവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മനുഷ്യ ശരീരത്തിന് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഭക്ഷണം നമ്മൾ ആഗ്രഹിച്ചോ ഇല്ലയോ നമ്മൾ ഭക്ഷണം കഴിക്കണം, എന്നാലേ നമ്മൾ ജീവിക്കൂ. എനർജി വേണം, ശക്തി വേണം. മനുഷ്യൻ ആവശ്യത്തിലധികം സാധനം നേടുമ്പോഴാണ് അത് ആഗ്രഹമായി മാറുന്നത്. ആവശ്യം പരിമിതമാണ്. ഇത്ര ഫുഡ്, ഇത്ര ഇന്ന് മാന്യമായി ധരിക്കാവുന്ന വസ്ത്രം, ചെറിയൊരു പാർപ്പിടം, അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള ചെറിയൊരു കൊച്ചു വണ്ടി. അതല്ലാതെയും നമുക്ക് മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള ചില നല്ലോണം വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, അല്ലേ? അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ആഗ്രഹമായി മാറി. ഇന്ന പ്രത്യേകതരം ഭക്ഷണം വേണം, ഇന്ന പ്രത്യേകം ഡ്രസ്സ് വേണം, ഇന്ന സ്ഥലത്ത് പോകണം. അതൊക്കെ ആഗ്രഹത്തിന്, അതൊക്കെ ആവശ്യമല്ല. ആവശ്യത്തിനേക്കാൾ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ ആഗ്രഹമായി മാറുന്നത്. ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. ആഗ്രഹം തീർച്ചയായിട്ടും എല്ലാവർക്കും വരും. ആഗ്രഹങ്ങൾ നമുക്ക് തീർക്കാൻ ചിലവർക്ക് അവസരം ഉണ്ടാവും, ചിലവർക്ക് പണമില്ലാതെ ആഗ്രഹങ്ങൾ മനസ്സിൽ തന്നെ കിടക്കും. ആഗ്രഹിക്കുന്നതിൻ്റെ കുഴപ്പം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ആഗ്രഹം സാധിച്ചിട്ടില്ലെങ്കിൽ അത് മനസ്സിന് ഭയങ്കര ദുഃഖമുണ്ടാവും, വേദന ഉണ്ടാക്കും. ആഗ്രഹങ്ങൾ ദുഃഖത്തിന് കാരണമാവും. ആഗ്രഹങ്ങൾ പരിമിതമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒത്തിരി ദുഃഖമുണ്ടാവും. അതാ പ്രശ്നം. നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മളെ ആഗ്രഹങ്ങളാണ് നമ്മൾ പരിമിതപ്പെടുത്തുക. ഞാനിപ്പോൾ ഒരു പാവപ്പെട്ടവനാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഇത്തരത്തിലേ ഉള്ളൂ, ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ തന്നെ വലിയ കാര്യം. ഞാൻ പണക്കാരനാണെങ്കിൽ എൻ്റെ ആഗ്രഹം കുറച്ചുകൂടെ, എനിക്ക് ഇത്രയും പൈസ ഉണ്ടല്ലോ 10-15. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഗ്രഹങ്ങൾ മാറ്റും. നമ്മുടെ അവസ്ഥയും നമ്മുടെ കയ്യിലുള്ള പണവും എല്ലാം അനുസരിച്ച് നമ്മൾ ആഗ്രഹം കൺട്രോൾ ചെയ്യാൻ പറ്റണം. പക്ഷേ ആഗ്രഹിച്ചിൽ പോയി കഴിഞ്ഞാൽ അത് മനസ്സിലങ്ങ് നിൽക്കും. അതുകൊണ്ട് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യും. പറ്റുന്നില്ലെങ്കിൽ അത് നമുക്ക് കാണാത്ത ശക്തിയോട് നമ്മൾ പറയും, ഈശ്വരനോട് പറയും, ഈശ്വര ആഗ്രഹം സാധിച്ചാൽ. ആഗ്രഹങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ സന്തോഷവാനാണ്. അവന് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ട്. ആവശ്യമുള്ളത് കിട്ടാത്തപ്പോഴേ അവന് ദുഃഖം വരുന്നുള്ളൂ. അപ്പോൾ ആഗ്രഹിക്കുന്നത് നല്ല തന്നെയാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, കൂടുതൽ ദുഃഖം വരും. ആ ആഗ്രഹം നമ്മൾ കൺട്രോൾഡ് ആഗ്രഹങ്ങളാവാനായിരിക്കും കൂടുതൽ നല്ലത്, നമുക്കൊണ്ട് പറ്റുന്നത്. പിന്നെ ആഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ആ രീതിയിൽ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. പക്ഷെ മനസ്സല്ലേ അതിങ്ങനെ, മനസ്സിനെ ആഗ്രഹിക്കുന്നതിനൊരു ലിമിറ്റില്ല. നമ്മൾ വാനം മുട്ടെ നമ്മൾ ആഗ്രഹിക്കും. അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി ആഗ്രഹിച്ചാലേ കുറേയെങ്കിലും കിട്ടും. കുറേയെങ്കിലും ആഗ്രഹിച്ചാലേ ഇച്ചിരി കിട്ടും. അപ്പോൾ ഒത്തിരി ആഗ്രഹിക്കാനാണ് കലാം പോലത്തെ പലവരും പറയുന്നത്. പക്ഷെ ആഗ്രഹിക്കുമ്പോൾ അതിന് ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലവർ ഭയങ്കര എഡിക്ഷനായിട്ട് അത് ആഗ്രഹത്തിൻ്റെ വേണ്ടി എന്തും ചെയ്യുന്നൊരവസ്ഥയിലെത്തും. അപ്പോൾ അത് നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാക്കും, സങ്കടം ഉണ്ടാക്കും. ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യും, ആരെങ്കിലും ഉപദ്രവിക്കും. ആ തെറ്റിൽ നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ദോഷം വരുന്നു. ഒരുപാട് സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഒത്തിരി ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്.
ആഗ്രഹങ്ങൾക്ക് ഒരു അന്ത്യം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മളിപ്പോൾ ഇന്ന് ആഗ്രഹം സാധിച്ചെന്ന് കരുതുക, ആ ആഗ്രഹം പിന്നെയും പിന്നെയും വരും അല്ലേ? പിന്നെയും ആ മനസ്സിൽ അതിങ്ങനെ നിൽക്കും. ആ 10 വർഷം മുമ്പ് നമ്മളിങ്ങനെ നല്ലൊരു ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നല്ലൊരു അമേരിക്ക കണ്ടിട്ടുണ്ടല്ലോ, വീണ്ടും അമേരിക്ക കാണാനുള്ളൊരു കൊതി ഉണ്ടാവും. അതാണ് കുഴപ്പം. അതുകൊണ്ട് കൺട്രോൾഡ് ആയിട്ടില്ലെങ്കിൽ ആഗ്രഹങ്ങൾ കഴിയുന്നത്ര നമ്മുടെ ആവശ്യങ്ങൾ നേരിടുക, അതാണ് ആവശ്യങ്ങൾ സാധിക്കുക, അതാണ് മെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുക, ആ ആവശ്യം നിറവേറ്റുക. ആഗ്രഹങ്ങൾ സാധിച്ചാൽ സന്തോഷം, സാധിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖം പാടില്ല. അങ്ങനൊരു ആ ഒരു അവസ്ഥയിലെത്തിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. ആഗ്രഹം ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ സൃഷ്ടിച്ചതാണ് ഈ ലോകത്തിൽ. എല്ലാം നമുക്ക് ആസ്വദിക്കാനാണ്. പക്ഷേ എല്ലാം നമുക്ക് നേടുക എന്ന് തന്നെ നടക്കുന്ന കാര്യമല്ല. ഒരു മനുഷ്യന് മതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് മാത്രം. ഈ ആഗ്രഹങ്ങൾക്ക് മതി എന്ന് പറയും. എത്ര നമ്മുടെ ആഗ്രഹം സാധിച്ചാലും വീണ്ടും 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 വേണമെന്ന് പറയും. അതുകൊണ്ടാണ് ഇതൊരു ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോയാലുള്ള കുഴപ്പം. ഒന്നുകിൽ നമുക്ക് അത്രയും പൈസ നമ്മൾ ഉണ്ടാക്കി പറ്റണം, അത്രയും ചാൻസ് നമുക്കുണ്ടാവണം ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് ഭയങ്കര ദോഷവും മനസ്സിന് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ ആഗ്രഹം നേടലല്ലല്ലോ ജീവിതത്തിൻ്റെ എന്ന് വെച്ചാൽ നമുക്കൊരു എല്ലാം നേടണം എന്നുള്ളൊരു കൊതി, അത് എന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് മനസ്സിൻ്റെ ദോഷം തന്നെയാണ്. ചില ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചെന്ന് വരാം. പക്ഷെ ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മൾ പിന്നെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിനെ ഭയങ്കര വിഷമം. ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ല, പീസ് കിട്ടില്ല. സമാധാനപ്രിയരായ ആളുകളെ സംബന്ധിച്ച് നോക്കുക, അവർക്ക് ആഗ്രഹങ്ങളില്ല. അതാണ് അവർ സമാധാനത്തോടെ അവരിയ്ക്കുന്നത്. കിട്ടുന്നതിൽ ഡെയിലി കിട്ടുന്നതിൽ അവർ ഹാപ്പിയാണ്. അങ്ങനത്തെ ആളുകൾ വളരെ പീസും സമാധാനത്തോടെ അവരിയ്ക്കും. ഒരിക്കലും അവർ വിഷമിക്കില്ല, കരയില്ല. പക്ഷെ നമ്മളെപ്പോലത്തെ ആളുകൾ അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പക്ഷേ ഇതിൽ നിന്ന് പോകാൻ വഴി എന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾ ആഗ്രഹം സാധിക്കാനുള്ള എഫേർട്ട് നമ്മൾ എടുക്കുക, കഴിയുന്നത്ര എഫേർട്ട് എടുക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല, ദുഃഖമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഇല്ലാതായി ചെയ്യും. ഒന്നുകിൽ ആഗ്രഹം അത് പൂർത്തീകരിച്ച് ഇനി ആ ആഗ്രഹം വീണ്ടും ആസ്വദിക്കാത്ത രീതിയിൽ നമ്മളത് പൂർത്തീകരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നല്ലൊരു ഫുഡ് കഴിക്കണം, ആ ഫുഡ് നമ്മൾ കഴിക്കുക, മാക്സിമം എഫേർട്ട് എടുത്ത് ആ ഫുഡ് കിട്ടാൻ നോക്കുക. കിട്ടിയിട്ട് നമ്മൾ നല്ലോണം കഴിക്കുക, അതിൻ്റെ മതി എന്ന് പറയുന്ന രീതിയിൽ ആ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആഗ്രഹം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹങ്ങൾ വരില്ല. ആ രീതിയിലാക്കണം. പക്ഷെ ചില ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇന്ന സ്ഥലം പോയത്, ഇന്ന് യാത്ര ചെയ്തത്, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കുമ്പം കുറേ കാലശേഷം വീണ്ടും ആ ഓർമ്മകൾ വരും. നല്ല ഓർമ്മകൾ വരുമ്പോൾ വീണ്ടും ഒന്ന് ആഗ്രഹം പൂർത്തീകരിച്ച് ആഗ്രഹം മുമ്പിൽ വരും. അപ്പോൾ അത് നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യുക, അല്ലാതെ വേറെ മുമ്പിൽ നമ്മൾ ഓപ്ഷനില്ല. നിങ്ങൾ മറ്റ് ജീവജാലങ്ങളെ നോക്കിക്കോളൂ. ആഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ജീവജാലം കാണിച്ചു തരും? ഇല്ല. ഒരു നായയും ഒരു പൂച്ചയുടെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. അവരുടെ ആഗ്രഹം ഡെയിലി ഫുഡാണ് അല്ലേ? ആ ഫുഡ് അത് ആഗ്രഹമല്ല, അത് അവൻ്റെ ആവശ്യമാണ്. അവരെ വയറ്റിന് വേണ്ടിയിട്ട് അവർ ഇന്ന് മീനും ഇന്ന് ചിക്കനൊക്കെ നായും പൂച്ച ആഗ്രഹിക്കും. അത് കിട്ടാത്തതിൻ്റെ വിഷമം അവർക്കുള്ളൂ. ആവശ്യകത അതെല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അത് മനുഷ്യനുൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആഗ്രഹം, എനിക്ക് അമേരിക്കയിൽ പോകണം, ഇന്ന ഫുഡ് കഴിക്കണം, എന്ന ഫുഡ് വേണം എന്ന ആഗ്രഹം ഓരോരു ജീവജാലങ്ങൾക്കും ഇല്ല. അത് എല്ലാവർക്കും മനസ്സുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തി മണ്ഡലം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം, അവർ ഡെയിലി ജീവിക്കുന്ന കൂട്ടരാണ്. ഡെയിലി ജീവിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാവിലെ എണീക്കും, അന്നന്ന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പട്ടിക്ക് ഫുഡിന് ആവശ്യമുണ്ടാവും. ആ ഫുഡ് കഴിക്കുക, കടന്നുറങ്ങുക. അവരുടെ ആ ദിവസം കഴിഞ്ഞ് അവർ നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവർ നാളെക്കുറിച്ച് ജീവിക്കുന്നില്ല. ചില മൃഗങ്ങളുണ്ട്, ഈ കരടി, ഈ തേന് സുരുക്കൂട്ടി വെക്കും വിൻ്റർ സീസണിന് വേണ്ടി. ക്യാമലും അതുപോലെ വെള്ളം. പക്ഷേ അങ്ങനത്തെ 1-2 മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ ഭാവി എന്നൊരു ചിന്ത. പക്ഷെ ഭാവിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ഇത് സൂക്ഷിച്ച് വെക്കണമെന്ന് മാത്രമേ അവർക്കറിയൂ. സൂക്ഷിച്ച് വെക്കണം എന്നറിയാം. ഇന്ന കാലം വരുമ്പോൾ, മോശം ടൈം വരുമ്പോൾ അത് സൂക്ഷിച്ച് വെക്കൽ, അത്
നാളെയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നില്ല. സൂക്ഷിച്ച് വെക്കുക എന്ന് മാത്രം അവർക്കറിയാം. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് എടുക്കാം. ആ രീതിയിലാണ് കരടിയും ഈ ക്യാമലൊക്കെ ആ ഭക്ഷണം സുരുക്കൂട്ടി. ബാക്കിയൊന്നും അവർ സുരുക്കൂട്ടി വെക്കുന്നില്ല. അവർ തൻ്റെ വീട് സുരുക്കൂട്ടി വെക്കുന്നില്ല. ഈ വേറെ ഭക്ഷണമൊന്നും നാളത്തേക്കൊന്നും അവർ വെക്കുന്നില്ല. അവർ ഈ വിൻ്ററിൻ്റെ ആ സമ്മർ ആ ടൈം വരുമ്പോൾ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ എപ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. പ്രസൻറ്റിനെക്കാളും കൂടുതൽ ഭാവിയെ ചിന്തിക്കുന്നത്. നാളെ ഇവിടെ പോവാം, മറ്റന്നാൾ അവിടെ പോവാം, ഇന്ന പരിപാടികളൊക്കെ ഭാവിയിൽ സെറ്റാക്കി വെക്കും. അപ്പോൾ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴേ സെറ്റാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആഗ്രഹവും വരുന്നത്. കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഇത് പോവാം, ഇന്ന സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ കൂടുതൽ പൈസക്കാരനാവും, ഇന്ന് ഫുഡ് എല്ലാം പ്ലാനിങ്. ഇന്നത്തേക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. മൃഗങ്ങളങ്ങനെയല്ല. ആദ്യം ഇന്നത്തെ കഴിഞ്ഞിട്ടേ ഭാവിക്ക് വേണ്ടി ചില ജീവികൾ മാത്രമേ ഭാവി വേണ്ടി സൂക്ഷിക്കുന്നുള്ളൂ. അവരൊന്നും സൂക്ഷിക്കുന്ന കഴിയുന്നത്ര ഫുഡ് മാത്രമായിരിക്കും അവർ ചിലപ്പോൾ തൻ്റെ ശരീരത്തിനുള്ളിൽ തന്നെ, അതും ശരീരത്തിനുള്ളിലല്ല എക്സ്റ്റേണലായിട്ടൊന്നും അവർ ഏടിയും ഒന്നും. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യന് ആഗ്രഹങ്ങളിൽ പ്ലാനിങ്. ഈ പ്ലാനിങ് വരുമ്പോൾ എന്ന് വെച്ചാൽ 10 ദിവസം കഴിഞ്ഞിട്ട് അത് ചെയ്യുക. അപ്പോൾ ഒരാഗ്രഹം സെറ്റ് ചെയ്ത് അടുത്ത ആഗ്രഹം സെറ്റ് ചെയ്യും. അപ്പോൾ ചിലവർ ഒരു ആഗ്രഹം സെറ്റ് ചെയ്യാതെ പിന്നെ എങ്ങനെയാണ് ഭാവിക്ക് വേണ്ടി കരുതി വെക്കേണ്ടത്? ഭാവിക്ക് വേണ്ടി കരുതി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിലവിലുള്ളത് ഒത്തിരി കളയാതെ നിന്നാൽ പോരെ. ഈ നിലവിലുള്ള പൈസ മുഴുവൻ എടുത്ത് ഭാവി ചിന്തിക്കാതെ എല്ലാം എടുത്ത് കളയുന്നതാണ് പ്രശ്നം വരുന്നത്. അത് കളയണ്ട, അതങ്ങനെ തന്നെ വെക്കുക. പിന്നെ കൂടുതലും മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കരുതി വെക്കുന്നതിന് കൂടുതൽ നമുക്ക് ശരിക്കും നമ്മൾ കരുതി വെക്കണ്ടെന്നില്ല ഞാൻ പറയുന്നത്. ആദ്യം ഇന്നത്തേത് ആസ്വദിക്കുക, ഇന്ന് കിട്ടുന്ന കാര്യങ്ങൾ ആസ്വദിക്കുക. അപ്പോഴത്തേക്കിനെ വൈകുന്നേരം ആവും. പിന്നെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ ഇവിടെ സമയം. ഭാവിയെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ആദ്യം ഇന്നത്തെ ജീവിക്കുക, എന്നിട്ട് അതിൽ മിച്ചം വരുന്ന പണം ഭാവിയിലേക്ക് ഉപയോഗിക്കുക. അത് എപ്പോഴെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേവലാതിപ്പെട്ട് വല്ല കാര്യമുണ്ട്. ഇന്നത്തേത് നമ്മൾ ഇന്നത്തെ പ്രശ്നം കാണുക, ഇന്നത്തെ ഫുഡ് ആസ്വദിക്കുക, ഇന്നത്തെ എൻജോയ്മെൻറ്റ് ആസ്വദിക്കുക. അതിനുശേഷം നാളത്തെ നോക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആഗ്രഹങ്ങളുണ്ടാവില്ല. ആഗ്രഹങ്ങളൊക്കെ ഈ ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നത്. നമ്മുടെ ചിന്തകളിലൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നതൊക്കെ വേണമെന്ന് ഒരു പൂതി. അതൊന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആസ്വദിക്കാം. കിട്ടിയാലും ആഗ്രഹങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-10 ആഗ്രഹങ്ങളല്ല ഇന്ന് ഈ ലോകത്തുള്ളത്. കാണുന്നതൊക്കെ മായിക ലോകമാണ്. എല്ലാം ആസ്വാദികരമായ സാധനമാണ് ഈ കൺമുമ്പിൽ കാണുന്നതൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം പൂർത്തീകരിക്കുന്ന നിന്നതല്ലേ. ഒരു ജീവിതം മതിയാവില്ല. അതിന് പിന്നാലെ പോയി മനുഷ്യൻ പ്രാന്തം. അതുകൊണ്ട് ചില ആഗ്രഹങ്ങൾ വെക്കുക. ജീവിതം മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ആഗ്രഹം, ജീവിതത്തെ സന്തോഷപ്പെടുത്തുന്ന ആഗ്രഹങ്ങൾ, അതൊക്കെ വെക്കുക. ഒരാഗ്രഹം ഇല്ലാത്തൊരു മനുഷ്യൻ ശരിക്കും പിന്നെ ബോറടിച്ച് പോകുമ്പോൾ ചില ആഗ്രഹം വെക്കുക. എന്നിട്ട് കഴിയുന്നത്ര മനസ്സിനെ സമാധാനിപ്പിച്ച് നിർത്തുക. സമാധാനം കെട്ടുകളയുന്ന ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും, വേറൊന്നുമില്ല. ഓക്കെ, നമസ്കാരം.